പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സായാഹ്നത്തിൽ ഞാനും നീയൊക്കെ ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കൃതജ്ഞതയോടെ കർത്താവിൻ്റെ മുന്നിലായിരിക്കാം. ഇന്നത്തെ ദിവസം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിച്ചതിന്. സങ്കീർത്തനം 113:5 നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ കർത്താവായ ദൈവത്തിന് തുല്യനായ ആരുണ്ട്? ആരുമില്ല. നമ്മുടെ കർത്താവിനെ പോലെ ശക്തനായ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ നോക്കി പറയണം, എൻ്റെ കർത്താവിനേക്കാളും ശക്തനായി ആരുമില്ല. നിന്നെ അവഗണിച്ച വ്യക്തികളെ നോക്കി പറയണം, എൻ്റെ ദൈവത്തെക്കാളും ശക്തനായി ആരുമില്ല. കടബാധ്യതകളെയും വേദനകളെയും സങ്കടങ്ങളെയും നിന്നെ തകർക്കുന്ന തളർത്തുന്ന എല്ലാ ജീവിതാവസ്ഥകളെയും നോക്കി പറയണം, നമ്മുടെ കർത്താവിനേക്കാളും എൻ്റെ കർത്താവിനേക്കാളും ശക്തനായി ആരുമില്ല. എല്ലാറ്റിനെയും മറികടക്കാൻ കൽപ്പുള്ളവനായ എൻ്റെ കർത്താവ് എന്നീ സായന്നത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്നെ അലട്ടുന്ന എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ നിൻ്റെ കൂടെ കർത്താവുണ്ടെന്നേ. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നിൻ്റെ കൂടെ കർത്താവുണ്ട്, നീ വിശ്വസിക്ക്. ആമേൻ. കർത്താവുണ്ട്, എൻ്റെയും നിൻ്റെയും കൂടെ കർത്താവുണ്ട്. കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മന്ദം സംഭവിച്ചിട്ടില്ല കേട്ടോ. അവിടുന്ന് എല്ലാം കേൾക്കും, കാണും, അറിയും. അവിടുന്ന് നിന്നെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഫറവോയുടെ കീഴിൽ നിന്ന് യാത്ര ചെയ്ത് ചെങ്കടലിന് മുന്നിൽ വരുമ്പോൾ മോശ വടിയുയർത്തുമ്പോൾ ചെങ്കടൽ രണ്ടായി പിളരാണ്, വരണ്ട ഭൂമിയായി മാറുകയാണ്. അതിലൂടെയാണ് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ദൈവത്തെ പോൽ ശക്തനായി വേറെ ആരുമില്ല. അവർക്ക് ദാഹിച്ചപ്പോൾ പാറമേലെ വടി കൊണ്ടടിച്ചപ്പോൾ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. നമ്മുടെ ദൈവത്തെ പോലെ ശക്തനായി വേറെ ആരുമില്ല. അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് കാടപ്പക്ഷികളെയും മന്നായും നൽകി അനുഗ്രഹിച്ചു. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല, വേറെ ആരുമില്ല, വേറെ ആരുമില്ല. നമ്മുടെ ദൈവമാണ് ഏക രക്ഷ നമുക്ക് നൽകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു രക്ഷകനില്ല. നമ്മുടെ കർത്താവ്. നീ അതരം കൊണ്ടും ഹൃദയം കൊണ്ടും കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയണം, കർത്താവേ, അങ്ങേക്കാളിൽ ശക്തൻ വേറെ ആരുമില്ല. അങ്ങാണ് ശക്തൻ, അങ്ങാണ് സ്നേഹത്തിൻ്റെ ഉറവ, അങ്ങാണ് സർവ്വവ്യാപി. ഈശോയെ, ഇന്ന് എന്നെയും എൻ്റെ ഈ ജനത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങാണ് സർവശക്തൻ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.